ഹലോ, വെൽക്കം ടു കുക്കിംഗ് ബേക്കിംഗ് ലാബ്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ബേക്കിംഗ് പരീക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബ്രൗണിയാണ് കേട്ടോ. പീനട്ട് ബട്ടർ ബ്രൗണി. മുകളിൽ പീനട്ട് ബട്ടറിൻ്റെ നല്ല ഫ്ലേവർ വരുന്ന നല്ല ഫഡ്ജി ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ബേക്കിംഗ്. ആദ്യം നമുക്ക് നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ ആ ഒരു മിക്സ്ചർ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് ഞാൻ 1/4 കപ്പ് പീനട്ട് ബട്ടർ എടുക്കുന്നുണ്ട്. ഹോം മെയ്ഡ് പീനട്ട് ബട്ടർ വേണമെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ആബീസ് പീനട്ട് ബട്ടർ ക്രീമിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടർ എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ നമ്മുടെ കപ്പലണ്ടിയുടെ തരികളൊക്കെ വരുന്ന അങ്ങനത്തെ പീനട്ട് ബട്ടർ ഇപ്പോൾ വരുന്നുണ്ട് മാർക്കറ്റിൽ. അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നല്ല ക്രീമി ആയി കിട്ടുന്നത് വരെ ഞാനിപ്പോൾ ഇവിടെ സ്പാറ്റുല തന്നെയാണ് ഉപയോഗിക്കുന്നത്. വിസ്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അതല്ല ഒരു സ്പൂൺ വേണമെങ്കിൽ അത്, എങ്ങനെയെങ്കിലും നല്ലതുപോലെ എന്തായാലും എല്ലാം നല്ല ക്രീമി ആൻഡ് സോഫ്റ്റ് ആയിരിക്കും. ഏകദേശം ഒരു 1/2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്രീമി ആയിട്ട് ഇതേപോലെ കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനിവിടെ ഒരു 7 ഇഞ്ച് സ്ക്വയർ പാനിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, നമ്മുടെ ഈ ബ്രൗണി. അപ്പോൾ അതിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അലുമിനിയം ഫോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഈ ചെയ്യുന്ന രീതി ഒന്ന് കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരെണ്ണം, അത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കണം കേട്ടോ നമ്മുടെ സിൽവർ ഫോയിൽ പുറത്തേക്ക്. അപ്പോൾ ബ്രൗണി ആയി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതേപോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ, ഈ അളവിന് തന്നെ എടുക്കണം കേട്ടോ. 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതേപോലെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര കേട്ടോ. 4 പ്രാവശ്യമായിട്ടാണ് ഞാൻ 1/4 കപ്പിൻ്റെ മെഷർമെൻറ്റാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 4 പ്രാവശ്യമായിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലോണം പൊടിഞ്ഞ പഞ്ചസാര വേണം, തരി അധികം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ബ്രൗൺ കളറിലുള്ള പഞ്ചസാര, ഇതിപ്പം മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി എങ്ങാനും നിങ്ങൾക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ശർക്കര, അതായത് ഇപ്പം തോളൂർ ശർക്കര എന്നൊക്കെ പറഞ്ഞിട്ടൊരു ശർക്കര വരുന്നുണ്ട്, അരിച്ച് അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാതെ, ഒരു കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കര വരുന്നുണ്ട്. അത് പൊടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇത് രണ്ടും കൂടിയിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ കട്ടയൊന്നും ഇല്ലാണ്ട് ഇതേപോലെ മെൽറ്റ് ചെയ്ത് എടുക്കണം. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുത്തത്. നിങ്ങൾക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുത്താലും മതി. ഇനി ഇത് ഇളം ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളം ചൂടോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൊക്കോ പൗഡർ കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ലതുപോലെ ഇതിനകത്ത് ഇതേപോലെ ഒരു സ്പാറ്റുലയോ സ്പൂണോ വെച്ച് ഇളക്കിയാൽ മതി, നല്ലതുപോലെ ബ്ലെൻഡായി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഇളം ചൂടുള്ള ആ ഒരു സമയത്ത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് ഇതേപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. മണമില്ലാത്ത ഏതെണ്ണയും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. വെളിച്ചെണ്ണ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം, ഞാനിതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. കൊക്കോ പൗഡറൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടും ചോക്ലേറ്റ് ഉള്ളതുകൊണ്ടും വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിലും അതിൻ്റെ മണം മുൻപോട്ട് നിൽക്കില്ല. പക്ഷെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, അഗെയിൻ ഞാൻ പറയട്ടെ. അപ്പോൾ എണ്ണ ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കാം. അതേപോലെ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് മുട്ടയാണ്. മുട്ട 2 എണ്ണം ആഡ് ചെയ്യണം. അത് ചെറുതുമല്ല വളരെ വലുതുമല്ല, ഒരു മീഡിയം സൈസിലുള്ള മുട്ട എടുക്കുക കേട്ടോ. മുട്ടയുടെ വലുപ്പത്തിലൊക്കെ കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ ഫഡ്ജി ബ്രൗണി ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഒരു മീഡിയം സൈസിലുള്ള മുട്ട എടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ആദ്യം മിക്സ് ചെയ്യുമ്പോൾ വെള്ളം പോലെയായിരിക്കും, പക്ഷേ ഏകദേശം ഒരു 30 സെക്കൻഡ് 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ അത്യാവശ്യം നല്ല കുറുകിയ പോലെയാവും നമ്മുടെ ഈ ചോക്ലേറ്റ് ബാറ്റർ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, കുറച്ച് കഴിയുമ്പോൾ നല്ല ഒരു കുറുകിയ ഒരു കൺസിസ്റ്റൻസിയിലാവും നമ്മുടെ ഈ ബാറ്റർ. കണ്ടോ,
കുറുകി വരുന്നതുണ്ടോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം. എന്നിട്ട് വേണം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ ഇതിപ്പോൾ നിങ്ങൾക്ക് വിസ്ക് വേണമെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ വിസ്കേ ഉള്ളൂ. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ സ്പാറ്റിൽ വെച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഈ ഒരു മിക്സ്ചർ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഞാനിവിടെ വിസ്ക്കാണ് ഉപയോഗിക്കുന്നത്. ആദ്യം വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. പതുക്കെ വേണം അല്ലെങ്കിൽ സ്പീഡിൽ വേണം, അങ്ങനെയൊന്നുമില്ല. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു തിക്ക് ബാറ്റർ ആയിരിക്കും നമ്മുടെ ബ്രൗണിയുടെ എന്തായാലും. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് അടി തട്ടി എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ വിസ്ക് ഞാനിനി മാറ്റാണ്. കാരണം വിസ്ക് വെച്ച് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയതുകൊണ്ട് ഞാൻ സ്പാറ്റുല വെച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് എല്ലാം വടിച്ചിട്ടിട്ട് ഇനി ആ സ്പാറ്റുല വെച്ചിട്ട് അടി തട്ടി ഒന്ന് ഇളക്കാണ്. ചിലപ്പോൾ അടിയിൽ ഇളകാതെ കുറേ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അടി തട്ടി ഒന്ന് നമുക്ക് ഇളക്കാം. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നമ്മുടെ ബാറ്റർ അടി തട്ടി ഒന്ന് ഞാൻ ഇളക്കുകയാണ്. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നമ്മുടെ ബാറ്റർ റെഡിയാക്കിയിട്ട് നമ്മുടെ പാനിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും തിക്കായിരിക്കും കേട്ടോ നമ്മുടെ ബാറ്റർ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അവൺ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പാനൊന്ന് എല്ലാ സൈഡിലേക്കും ഇതാ ഇതേപോലെ ഒന്ന് ചെരിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ബാറ്റർ 4 അറ്റത്തേക്കും എഡ്ജിലേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഈവൺ ആയിട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മുകളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. അതേപോലെ ഒന്ന് ടാപ്പ് ചെയ്തും കൊടുക്കാം. സ്പാറ്റുല വെച്ചോ സ്പൂൺ വെച്ചോ ഇതേപോലെ ഒന്ന് ഏകദേശം ഒന്ന് ഈവൺ ഔട്ട് ചെയ്യുക നമ്മുടെ എന്താ പറയുക ബാറ്റർ കേട്ടോ. ഇനി നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ മിക്സ്ചറാണ്. അത് ഇതേപോലെ അവിടെ ഇവിടെ ആയിട്ട് ഓരോ സ്പൂണോ, ഞാനിവിടെ സ്പാറ്റുല തന്നെയാണ് അഗൈൻ ഉപയോഗിക്കുന്നത്. ഓൾറെഡി ഉപയോഗിച്ച സംഭവം വെച്ച് തന്നെയാണ് ഞാൻ പരിപാടികളൊക്കെ തീർക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ കുറേശ്ശെ ആയിട്ട് അവിടെ ഇവിടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇതേപോലെ സ്വേൾസ് ഉണ്ടാക്കുക. അതായത് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെറുതെ കറകുറ വരയ്ക്കുക, അത്രയേ ഉള്ളൂ. കറകുറ വരയ്ക്കുമ്പോൾ ആ ഒരു സ്വേൾ മോഡൽ ഇങ്ങനെ തന്നെ വന്നോളൂ കേട്ടോ. ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്വേൾസ് തന്നെ, ആ സ്വേൾ ഇഫക്റ്റ് തന്നെ വരും. അപ്പോൾ നമ്മുടെ അവൺ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനിട്ടിട്ടുണ്ട്. ഇനി ഞാൻ അവണിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 20-25 മിനിറ്റാണ് എനിക്ക് 180 ഡിഗ്രിയിൽ എടുത്തത്. നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഉള്ളിൽ കുത്തി നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വരണം കേട്ടോ. അതാണ് ബേക്കിംഗ് ആയി എന്നുള്ളതിൻ്റെ അർത്ഥം. അതേപോലെ മുകളിൽ കണ്ടോ നല്ല ഗ്ലേസ് ഉണ്ടായിരിക്കണം നമ്മുടെ ബ്രൗണിയുടെ മുകളിൽ. അതാണ് പെർഫെക്റ്റായിട്ട് ബ്രൗണി കിട്ടി എന്നുള്ളതിൻ്റെ അർത്ഥം. ഇനി ചൂടാറിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. പക്ഷേ ഇവിടെ ഒരാൾ കൊതി മൂത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൂടാറുന്നതിന് മുന്നേ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. ചൂടാറുന്നതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്താലേ ചിലപ്പോൾ അത് പെർഫെക്റ്റ് സ്ലൈസായിട്ട് കിട്ടില്ല, ഇങ്ങനെ പൊടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ആർക്കും ക്ഷമയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊരു കത്തി ചൂടാറിയിട്ടാണെങ്കിലും ചൂടാറുന്നതിന് മുന്നേ ആണെങ്കിലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കത്തി വെച്ചിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത പ്രാവശ്യം കട്ട് ചെയ്യുന്നതിന് മുന്നേ, അതായത് അടുത്ത സ്ലൈസ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്നില്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചിട്ടെടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചിട്ട് ആണ് അടുത്തത് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. കാരണം ഇത് ഫഡ്ജി ബ്രൗണി ആയതുകൊണ്ട് അതിൽ പറ്റി പിടിച്ചിരിക്കും നമ്മുടെ കത്തിയിൽ. അപ്പോൾ അതായിരുന്നു നമ്മുടെ പീനട്ട് ബട്ടർ ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പി. ഈ ഒരു ബ്രൗണിയുടെ റെസിപ്പിയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് വലുപ്പമുള്ള ഒരു 9 പീസ് കിട്ടും കേട്ടോ, സ്ക്വയർ പീസസ്. പക്ഷേ പ്ലേറ്റിൽ വയ്ക്കാൻ എനിക്ക് 6 കിട്ടിയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ചിലവായിപ്പോയി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കഴിവതും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ ഇഷ്ടമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഈ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.